ഇന്നൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ? ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. എല്ലാവരും ഒന്ന് വീഡിയോസ് മുഴുവനായിട്ട് കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് ഉപ്മാ ബോൾ റെസിപ്പി എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വെള്ളം ഒന്ന് ചൂടായി തിളച്ച് വരാറായി തിള പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം. അത് വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ റവയൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. വേവിച്ച് വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ചൂടാറി വരുന്നത് വരെ നമുക്കൊന്ന് ബൗൾസാക്കി എടുക്കാൻ പാകത്തിന് ചൂടുള്ളത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ ബൗൾസ് വേണ്ടത് അങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ റൗണ്ടാക്കിയിടുക. നല്ല സോഫ്റ്റ് ബോളാണ് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെയൊന്ന് എല്ലാം ഒന്ന് ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം വേറൊരു പാന് അടുപ്പിലേക്ക് വെച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ഒരുപാട് വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക, ചെറിയ ജീരകം, ഉലുവ, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കാം, ഉഴുന്നും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് എല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു വറ്റൽമുളക് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു നേരിയൊരു ബ്രൗൺ കളറായി എല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ ബൗൾസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇളക്കിയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഇച്ചിരി ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടി, അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരു നുള്ള് കാശ്മീരി മുളക് പൊടിയും കൂടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി നമ്മളൊന്ന് ഡ്രൈ ആക്കി എടുക്കൂലേ, അങ്ങനെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇത് സോസിൻ്റെ കൂടെ ആയാലൊക്കെ കഴിക്കാം കേട്ടോ. വെറുതെ ഇരുന്ന് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ്, കിടുവാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റവും കൂടിയാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറന്നു പോകരുത്. ഇത് വെറുതെയും കഴിച്ച് നോക്കുക, ഇച്ചിരി സോസ് ഒഴിച്ചിട്ടും കഴിച്ച് നോക്കട്ടെ, രണ്ടായാലും ടേസ്റ്റ് ആട്ടോ. അപ്പം ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്, ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.